മലയാളം സിനിമയിലെ യൂത്ത് നടന്മാരിൽ തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു നടനാണല്ലോ ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ഡേ സിനിമകളുടെ കളക്ഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. ദുൽഖറിന്റെ ഇപ്പോൾ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ കഴിഞ്ഞ വർഷം അഭിലാഷ് ടോജി സംവിധാനം ചെയ്തു വന്ന കിങ് ഓഫ് കൊത്ത് എന്ന സിനിമയായിരുന്നു. ആ സിനിമയാണെങ്കിലും വമ്പൻ ഹൈപ്പിൽ വന്ന് വലിയൊരു പരാജയമാണ് ദുൽഖറിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എങ്കിൽ പോലും ദുൽഖറിൻ്റെ ഒരുപാട് നല്ല പ്രതീക്ഷയുള്ള സിനിമകൾ ഇനി വരാനുണ്ട്. അത് തമിഴ്, മലയാളം, തെലുങ്ക് എന്ന് പല ഭാഷകളിലും സിനിമയിൽ ദുൽഖറിൻ്റെ ഇനി വരാനുണ്ട്. ആ സിനിമകൾ ഏതൊക്കെയൊന്ന് നോക്കാം. ആദ്യ ചിത്രം ലക്കി ഭാസ്കർ എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ധനുഷിൻ്റെ വാത്തി എന്ന സിനിമയുടെ സംവിധായകനും കൂടിയാണ്. സിനിമ ഇപ്പോഴത്തെ റിലീസെല്ലാം കൺഫേം ആക്കിയിട്ടുള്ളത് അടുത്ത മാസം സെപ്റ്റംബർ 27 കൂടിയാണ്. ദുൽഖറിന് കൂടാതെ തന്നെ സിനിമയിൽ നായികയായി മീനാക്ഷി ചൗധരിയാണ് എത്തുന്നത്. സിനിമയിൽ ദുൽഖറിൻ്റെ റോൾ ഇപ്പോഴത്തെ ഒരു ബാങ്ക് എംപ്ലോയി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ ടീസർ മാത്രമാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഒരു മികച്ചൊരു സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് സൂര്യനായകനാവുന്ന സൂര്യ 43 എന്ന സിനിമയാണ്. സുധാ കോൺഗ്രസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. ഇതിൽ ദുൽഖർ ഉണ്ടാകുമെന്ന് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സിനിമ ഇപ്പോൾ ഡ്രോപ്പായിരുന്നു. അതുപോലെ തന്നെ സൂര്യ ഈ സിനിമയിൽ പിന്മാറി എന്ന വാർത്തകളാണ് നിലവിൽ ഇപ്പോൾ റൂമറുകളായി പുറത്തു വരുന്നത്. എങ്കിൽ പോലും സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സിനിമയുടെ വരും ദിവസങ്ങളിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്ത ചിത്രം ദുൽഖറിൻ്റെ ഒരു തെലുങ്ക് ചിത്രമാണ്. ബാലയ്യ നായകനാവുന്ന ബാലയുടെ 109ാമത്തെ ചിത്രം. സിനിമ സംവിധാനം ചെയ്യുന്നത് ഡയറക്ടർ KS രവീന്ദ്രയും കൂടിയാണ്. സിനിമയിൽ ദുൽഖറും ഒരു പ്രധാന വേഷത്തിൽ വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ഒരുപക്ഷെ ബാലയുടെ ബ്രദറായിട്ടാണ് സിനിമയിൽ ദുൽഖർ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാലയെയും ദുൽഖറിനും കൂടാതെ തന്നെ സിനിമയിൽ ബോബി ഡിയോളും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതൊരു മലയാള സിനിമയാണ്. സോബിൻ ഷെഹർ സംവിധാനം ചെയ്യുന്ന ഓതിരി ഘടകം എന്ന ചിത്രം. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചൊരു സിനിമയും കൂടിയാണ്. എന്നാൽ ഈ സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന വാർത്തകളെല്ലാം നിലവിൽ മുമ്പേ തന്നെ വന്നിരുന്നു. ഇപ്പോൾ സിനിമയെക്കുറിച്ച് സോബിൻ ഷെഹർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ ഡ്രോപ്പ് ആയിട്ടില്ല എന്നും ദുൽഖറുമായി മറ്റൊരു സിനിമ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടങ്ങുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അടുത്ത ചിത്രം ദുൽഖറിനെ നായകനാക്കി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന കാന്ത എന്ന സിനിമയാണ്. ഈ ചിത്രം ഒഫീഷ്യലായി പ്രഖ്യാപിച്ച ഒരു സിനിമയും കൂടിയാണ്. സിനിമ ഒരു കണ്ടന്റഡ് ഓറിയന്റഡ് ഫിലിം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുന്നത് റാണ റഘുപതിയുടെ സ്പിരിറ്റിൽ മീഡിയയും കൂടിയാണ്. പിന്നെ ദുൽഖറിന് കൂടാതെ തന്നെ സിനിമയിൽ റാണ റഘുപതിയും സമുദ്രകനിയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അടുത്ത ചിത്രം കഴിഞ്ഞ മാസം ദുൽഖറിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായി ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ച ഒരു തെലുങ്ക് ചിത്രമാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് തെലുങ്ക് ഡയറക്ടറായ പവൻ സദിനേനിയും കൂടിയാണ്. സിനിമയുടെ പേര് എന്ന് പറയുന്നത് ആകാശംലോ ഒക്കെ തര എന്നാണ്. പിന്നെ ഈ സിനിമ ഒരു കോമഡി റൊമാൻറ്റിക് ഫിലിം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുന്നത് കൽക്കി ഏടി എന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായ വിജയന്തി ഫിലിംസും കൂടിയാണ്. ഇനി പറയാൻ പോകുന്ന സിനിമകൾ ദുൽഖറിന്റെ മലയാള സിനിമകളാണ്. കൂടാതെ തന്നെ ദുൽഖറിന് മലയാളത്തിൽ വലിയൊരു കംബാക്ക് കൊടുക്കുമെന്ന് പ്രതീക്ഷയുള്ളൊരു സിനിമയും കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. ആദ്യ സിനിമ എന്ന് പറയുന്നത് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു ആക്ഷൻ ഫിലിമായിട്ടാണ് വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കിലാണ് ഇപ്പോൾ നഹാസ് ഹിദായത്ത്. സിനിമയുടെ ഷൂട്ട് ഒരു പക്ഷേ ഈ വർഷം ഡിസംബറിൽ ആരംഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദുൽഖറിന് വലിയൊരു കംബാക്ക് മലയാളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. പിന്നെയുള്ള ചിത്രം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അമൽ നീരദ് ദുൽഖർ കോംബോയിൽ ഒരു സിനിമ വരുമെന്നും സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം നടക്കുന്നു എന്നാണ് ഇപ്പോൾ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ കോംബോയിൽ സിനിമ കൺഫേം ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ മറ്റൊരു സിനിമ ഈ കോംബോയിൽ വരുന്നത് മമ്മൂട്ടി ചിത്രമായ ബിലാൽ 2 എന്ന സിനിമയാണ്. ബിലാൽ 2വിൽ അബൂജൻ കുർശികളായി ദുൽഖർ എത്തുമെന്ന വാർത്തകളെല്ലാം കുറേ മുമ്പേ തന്നെ വന്നതായിരുന്നു. എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് എല്ലാം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെയുള്ള സിനിമ പ്രേമലു സിനിമയുടെ സംവിധായകനായ ഗിരീഷ് ഷേഡിയുടെ ഒരു സിനിമയാണ്. ഗിരീഷ് ഷേഡിയും ദുൽഖറുമായിട്ടുള്ളൊരു സിനിമ കൺഫേം ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗിരീഷ് ഷേഡിയുടെ മുമ്പത്തെ സിനിമകളെ പോലെ തന്നെ ഒരു സിനിമയായിരിക്കും ഇത്. എന്തായാലും സിനിമയുടെ ഒരു പ്രഖ്യാപനമെല്ലാം ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ അൻവർ റഷീദ് കോംബോയിൽ വരുന്ന ഒരു സിനിമയാണ്. നിലവിൽ അൻവർ റഷീദിൻ്റെ ഒരു സംവിധാനത്തിൽ ഒരു സിനിമ വരുമെന്ന് ഒഫീഷ്യൽ അതിനെ പ്രഖ്യാപിച്ചും കൂടിയുണ്ട്. അത് സോഫിയ പോൾ നിർമ്മിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ഒരുപക്ഷെ ആ സിനിമയിലായിരിക്കും ദുൽഖർ നായകനായി എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ദുൽഖറിന് വലിയൊരു കംബാക്ക് മലയാളത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത് ദുൽഖർ ടിനു പാപ്പച്ചൻ കോംബോയിൽ വരുന്ന ഒരു സിനിമയാണ്. ഇത് കുറച്ച് മുമ്പേ തന്നെ കൺഫേം ആയ ഒരു സിനിമയും കൂടിയായിരുന്നു. നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഡ്രോപ്പായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിലെല്ലാം അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ സിനിമകളൊക്കെയാണ് ദുൽഖറിന്റെ വരാനിരിക്കുന്ന കിടിലൻ അപ്കമിങ് മൂവീസ്. നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയൊന്ന് കമന്റ് ചെയ്യുക.